ഇന്ന് വലിയ തോതിൽ മാനസിക സംഘർഷം ചില രക്ഷിതാക്കൾ അനുഭവിച്ചു വരുന്നുണ്ട്. പ്രായപൂർത്തിയായിട്ടും വിവാഹത്തിന് സമ്മതിക്കാത്ത പെൺകുട്ടികളാണ് അത്തരമൊരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എന്ന് നമുക്ക് കാണാൻ കഴിയും. പല വീടുകളിലും ഈ വിവാഹത്തിൻ്റെ പേര് പറഞ്ഞ് രക്ഷിതാക്കളും പെൺകുട്ടികളും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഈ രണ്ടു കൂട്ടരും അഥവാ രക്ഷിതാക്കളും പെൺകുട്ടികളും വലിയ മാനസിക സംഘർഷത്തിന് അടിമയായി കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ശരിയാം വിധം വിലയിരുത്തി അതിന് പരിഹാരം കാണേണ്ട സമയം നമ്മുടെ സമൂഹത്തിൽ അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്തത്? അതിൻ്റെ കാരണങ്ങളെ വിലയിരുത്തുമ്പോൾ മാത്രമേ പരിഹാരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിൽ പ്രധാനമായൊരു കാരണം കരിയറാണ് ജീവിതം എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിനെ ഇന്ന് സമൂഹത്തിൽ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിന് വേണ്ടിയാണ് കരിയർ. പക്ഷേ കുട്ടികൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് കരിയറിന് വേണ്ടിയാണ്, ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. ആദ്യം ജോലി, പിന്നെ ജീവിതം. അങ്ങനെയല്ല, ജീവിതമാണ് പ്രധാനം. ആ ജീവിതം സുഖകരമാകുവാനുള്ള പല വഴികളിൽ ഒരു വഴി മാത്രമാകുന്നു തൻ്റെ കരിയർ, തൻ്റെ ജോലി, തൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്ന ഒരു കാഴ്ചപ്പാട് മാറി കരിയറാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതമൊക്കെ അതിൻ്റെ താഴെയാണ് എന്നൊരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി പാശ്ചാത്യ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ വൻതോതിൽ വേര് പിടിച്ചിട്ടുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഒരു കാര്യമാണ് എന്നൊരു തീവ്ര ചിന്താഗതി തന്നെ വേര് പിടിച്ചിട്ടുണ്ട്. അത് പുരുഷാധിപത്യമായി വിവാഹത്തെ ചിത്രീകരിക്കുന്നവരുണ്ട്. ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ചർച്ചകളും കുറിപ്പുകളും പ്രതികരണങ്ങളും അനുഭവങ്ങളും റീൽസുകളും സിനിമകളും സെലിബ്രിറ്റികളും എല്ലാം പെൺകുട്ടികളെ ആ രീതിയിൽ ചിന്തിക്കുവാൻ കാരണമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ ഇന്നത്തെ കുടുംബഘടനയിൽ വന്ന മാറ്റങ്ങളും അനുഭവങ്ങളും ഒക്കെ ഇത്തരമൊരു ചിന്തയിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എത്തിക്കുന്നുണ്ട് എന്നതുകൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ സ്വന്തം കരിയറിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല, അത് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ഒരു ഭയം. മാത്രവുമല്ല, ചില വീടുകളിലൊക്കെ ഉപ്പയും ഉമ്മയും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കശവിശയും കുഴപ്പവും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ കാണുന്ന കുട്ടികൾ. അപ്പൊ ഞാനും കല്യാണത്തിലേക്ക് കടന്നു വന്നാൽ ഇതുപോലെയുള്ളൊരു അവസ്ഥയിലേക്ക് ഞാനും എത്തിപ്പെടും, അപ്പൊ അങ്ങനെയുള്ളൊരു ദുരന്തം എന്തിന് ഞാൻ ഏറ്റെടുക്കണം എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യം. അതിന് കുട്ടികളെ അല്ല കുറ്റം പറയേണ്ടത്, അത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് അതിന്റെ കുറ്റക്കാര്. എല്ലാം കൂടെ കൂടുമ്പോൾ വിവാഹം എന്നതിൽ നിന്ന് പിറകോട്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഏത് കാഴ്ചപ്പാടിലാണ് ഉള്ളത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം വിവാഹത്തെ നോക്കിക്കാണേണ്ടത്. എന്നാൽ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോഴും അതിന്റെ വേഷം ധരിക്കുമ്പോഴും ആ നിലക്കുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും ഒരു പാശ്ചാത്യ സംസ്കാരമാണ് നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പല പെൺകുട്ടികളും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇന്ന് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. വിവാഹത്തെ സംബന്ധിച്ച് പാശ്ചാത്യ കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ആ കാര്യം വളരെ വേഗത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അവര് പുറത്തു നിന്നുള്ള ഉത്ബോധനോ ഉപദേശമോ കേൾക്കേണ്ടതില്ല, നിങ്ങൾ തന്നെ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന ചിന്ത നമ്മുടെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുകൊണ്ടുള്ള ചിന്തയാണോ, അതോ പാശ്ചാത്യ സംസ്കാരത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ പിന്നാലെ എത്രത്തോളം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അത് രണ്ടും ഒരു താരതമ്യം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്
കൊണ്ടുവരികയാണ്. അതിലേറ്റവും പ്രധാനമായും വിവാഹത്തിന്റെ സമയം. വിവാഹം എപ്പോഴായിരിക്കണം ഉണ്ടാകേണ്ടത്? ഇതിനെക്കുറിച്ച് പാശ്ചാത്യൻ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ, അഥവാ ലിബറൽ കാഴ്ചപ്പാട്, പുരോഗമന കാഴ്ചപ്പാട്, ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് കുറച്ച് വൈകി ചെയ്യണമെന്നതാണ്. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ പ്രായം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നതും അതിന് വലിയ തോതിൽ ഒരു വിസിബിലിറ്റി കിട്ടുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പൊ അത് വൈകിപ്പിക്കണം എന്നതാണ് ഇതിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ? ഒരു പ്രത്യേക പ്രായം പറയുകയല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഇത്ര പ്രായമായാൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം, ആൺകുട്ടികൾ കല്യാണം കഴിക്കണം എന്നല്ലല്ലോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വളരെ കൃത്യമാണ് ഇസ്ലാം പറയുന്നത്. വിവാഹത്തിന് ഒരു ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അതിനുള്ള പക്വത എത്തിയാൽ, അത് ചില ആളുകൾക്ക് 18-ാമത്തെ വയസ്സിലാവും, ചിലപ്പോൾ അതിന്റെ കുറച്ച് മുൻപാവും, ചിലപ്പോൾ അതിന് ശേഷമാവും, ചില ആളുകൾക്ക് 25 വയസ്സാകേണ്ടി വരും. അതായത് അതിന് മാനസികമായും ശാരീരികമായും ഒരു കുടുംബ ജീവിതം നയിക്കുവാനുള്ള പക്വത, ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. അതാണ് പ്രായോഗികം. ആ പക്വത എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകിപ്പിക്കാൻ പാടുണ്ടോ? എന്താണ് ഇസ്ലാം പറഞ്ഞത്? യാ മഅ്ശറ ശബാബ്, യുവാക്കളെ യുവതികളെ വിളിച്ചുകൊണ്ട് പറയാണ്, മനിസ്തതാഅ മിൻകുമുൽ ബാ, നിങ്ങൾ പക്വത എത്തിക്കഴിഞ്ഞാൽ ഫൽയതസവ്വജ്, കൽപ്പനയാണ്, പിന്നെ നിങ്ങൾ വിവാഹം കഴിക്കുവീൻ. പിന്നെ ഒരിക്കലും തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം നിങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നമ്മുടെ പെൺകുട്ടികൾ ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇന്ന് പാശ്ചാത്യ കാഴ്ചപ്പാടെന്താ? പുരോഗമന കാഴ്ചപ്പാടെന്താ? വിവാഹം കഴിച്ചാൽ ഉള്ള സ്വസ്ഥതയും കൂടിയും പോകുന്നു. ഇപ്പൊ ഞാൻ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഇനി വിവാഹമൊക്കെ കഴിച്ചാൽ ആകെ പ്രശ്നവും, വേറെ വീട്ടിൽ പോയി വേറൊരാളെ അണ്ടറിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുള്ള സമാധാനം കൂടി പോണ പരിപാടിയാണ് എന്ന ഒരു നരേറ്റീവാണ് പൊതുവെ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ഞാൻ ഓതി വെച്ച ആയത്തിൽ എന്താ അല്ലാഹ് പറഞ്ഞത്? വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ പരസ്പരം ഇണകളായി നാം സൃഷ്ടിച്ചു എന്ന കാര്യം. എന്തിനു വേണ്ടി? ലിതസ്കുനൂ ഇലൈഹാ, അവരിലേക്ക് നിങ്ങൾ സമാധാനത്തോടുകൂടി ഒത്തുചേരുന്നതിന് വേണ്ടി. ഭാര്യയും ഭർത്താവിനെയും വിശേഷിപ്പിക്കാൻ ഇവിടെ ഉപയോഗിച്ച പദം തന്നെ സൗജ് എന്ന പദമാണ്. ഭാര്യയായ ഭർത്താവ് എന്ന പദമല്ല ഖുർആൻ ഉപയോഗിച്ചത്, മറിച്ച് ഇണങ്ങുന്നവർ, ഇണങ്ങിച്ചേരുന്നവർ എന്നാണ്, ഇണക്കിളികൾ എന്നാണ്. അങ്ങനെ ഇണകളായി നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നോ? ലിതസ്കുനൂ ഇലൈഹാ, അവർക്ക് സമാധാനത്തോടുകൂടി ഒത്തുചേരുന്നതിന് വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവർക്കിടയിൽ നാം മവദ്ദത്തും റഹ്മത്തും സ്നേഹവും കാരുണ്യവും നാം ഇട്ടുകൊടുക്കുകയും ചെയ്യും. സത്യല്ലേ സുഹൃത്തുക്കള്? അതായത് എന്നോ ഒരു നിലക്കും കാണാത്ത, പരിചയമില്ലാത്ത രണ്ട് ദേശത്തുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും വിവാഹത്തിലൂടെ ഒരൊറ്റ രാത്രിയോടുകൂടി ഒന്നാവുകയാണ്. അന്നത്തെ ദിവസത്തോടുകൂടി അവർ 10-50 വർഷം പഴക്കമുള്ള, പാരമ്പര്യമുള്ള, പരിചയമുള്ള ഒരു ബന്ധമുള്ളവരായി മാറുന്നു. വിദേശത്തൊക്കെ നമ്മള് പല റൂമുകളിലും ജോലിക്ക് നിന്നുകാണ്ട് താമസിച്ച ആളുകൾ ഉണ്ടാവും. 10, 15, 20 വർഷം വേറെ ഏതോ രാജ്യക്കാരന്റെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ആത്മബന്ധം നമുക്ക് കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാണും പെണ്ണും തമ്മിൽ ഇങ്ങനെ ഒരു മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകുന്നത്? ഇത് അനുഭവിച്ചവരല്ലേ പലരും. അത് അല്ലാഹ് ഇട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ പുരോഗമനവാദികൾ, ഫെമിനിസ്റ്റുകൾ എന്തു പറയുന്നു പെൺകുട്ടികളോട്? വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു മാറാപ്പാണ്, അത് നിങ്ങളെ അടിമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന നരേറ്റീവുകൾ റീൽസുകളിലൂടെ, സെലിബ്രിറ്റികളിലൂടെ നമ്മിലേക്ക് പെരിസേറ്റ് ചെയ്യുമ്പോൾ അതിൽ കീഴ്പ്പെട്ടു പോവുകയാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ പാശ്ചാത്യൻ സമീപനം സ്ത്രീകളെ കുറിച്ച് പറയുന്നത്? സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ആത്മാഭിമാനവും അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകണേ അവൾക്ക് സ്വന്തം ഒരു ജോലി വേണമെന്നുള്ള ഒരു ജോലി നിർബന്ധമാണ് എന്നുള്ള രൂപത്തിലാണ് എന്ത് പാശ്ചാത്യൻ കാഴ്ചപ്പാട് സ്ത്രീകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ആ വീട്ടിലെ ചെലവ് നടത്താൻ നീ കൂടി ബാധ്യതപ്പെട്ടവളാണ് എന്നാണ് സ്ത്രീയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതിനുള്ള കാശ് ഉണ്ടാക്കിയിട്ടേ എന്ത് ചെയ്യേണ്ടുള്ളൂ, കല്യാണത്തിന് തയ്യാറാകേണ്ടതുള്ളൂ എന്നാണ്. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? വീടിന്റെ ചെലവ് ഒരു കാരണവശാലും സ്ത്രീയിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നതാണ്. വീടിന്റെ ചെലവ് നടത്തേണ്ട ഉത്തരവാദിത്വം പുരുഷന്റെ ഉത്തരവാദിത്വമാണ്. അത് പുരുഷന്റെ ബാധ്യതയാണ്. അതൊരിക്കലും സ്ത്രീയുടെ തലയിൽ ഇസ്ലാം വെച്ച് കെട്ടിയിട്ടില്ല. എന്നാൽ പുരോഗമനവാദികൾ നമ്മുടെ കുട്ടികളെ, പെൺകുട്ടികളെ വഞ്ചിക്കുകയാണ്. അനാവശ്യമായി കുടുംബത്തിന്റെ ചെലവ് അവരുടെ തലയിൽ വെച്ചു കെട്ടിക്കൊണ്ട് ഇതാ നിങ്ങൾക്കിത് സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ ഇങ്ങനെ സ്വസ്ഥായിട്ട് നടന്നു പോകുമ്പോ ഒരു 100 കിലോന്റെ ചാക്ക് എട്ടങ്ങാറായിട്ട് അവന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ഈ വല്ല സ്വാതന്ത്ര്യത്തിലപ്പുള്ളത്, നിനക്കിപ്പോ ഒരു ഭാരമില്ല എന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? ഈ പരിപാടിയാണ് പെൺകുട്ടികളോട് എന്ത് ചെയ്യുന്നത്, പുരോഗമനവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അതല്ല പറഞ്ഞത്. ഇസ്ലാം പറഞ്ഞത് എന്താ? അർരിജാലു ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാർക്ക് കൈകാര്യകർത്തൃത്വമുണ്ട് സ്ത്രീകളുടെ മുകളിൽ. ബിമാ ഫദ്ദലല്ലാഹു ബഅ്ലകും അലാ ബഅദ്, അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണം പറഞ്ഞത് എന്താ? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ അവരുടെ സ്വത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നതുകൊണ്ടാണ്, അവരുടെ ചെലവ് നടത്തുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നിയന്ത്രണം. അപ്പൊ അത് ചെലവ് നടത്തുക എന്നുള്ളത് എന്താണ്? ഇസ്ലാമിൽ പുരുഷന്മാർക്ക് നിർബന്ധമായ കാര്യമാണ്. എന്നിട്ട് ആ ബാധ്യത പുരുഷന്മാരെ തലയിൽ നിന്നും എല്ലാം മാറ്റിയിട്ട് സ്ത്രീകളുടെ തലയ്ക്ക് കൂടി വെച്ചു കൊടുത്തിട്ട് സ്ത്രീകളോട് പറയാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് സ്ത്രീകളെ വഞ്ചിക്കുക എന്ന് പറയുന്നത്. പിന്നെയോ പാശ്ചാത്യൻ സമീപനം എന്താ? പുരോഗമന സിദ്ധാന്തം എന്താ? വിവാഹം വൈകിപ്പിച്ചാൽ ഒന്നും സംഭവിക്കൂലെന്ന്. ഒരു കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാവൂലെന്ന്. എന്നാൽ ഇസ്ലാം പറഞ്ഞത് എന്താ? വിവാഹം നിങ്ങൾ ചെയ്യണം. ഫൽയതസവ്വജ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ ഓതിയ ഹദീസ്? ഫൽയതസവ്വജ്, പ്രായമായാൽ പക്വതയായാൽ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. എന്തിനാണ് വിവാഹം എന്ന് കൂടി പറഞ്ഞു. നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തുവാനും നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുവാനും വിവാഹം വളരെ അനിവാര്യമാണ്. ഇതിനെ നേരെ മറുവശം പറഞ്ഞു നോക്കി. പ്രായമായിട്ടും പക്വതയെത്തിയിട്ടും വൈകാരിക രതിമൂർച്ച എത്തിയിട്ടും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ അവന്റെ കണ്ണിനെ അവന് നിയന്ത്രിക്കാൻ കഴിയില്ല. അവന് പ്രായവും പക്വതയും എത്തിയിട്ടും അവൻ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ അവന്റെ ഗുഹ്യാവയവങ്ങളെ അവന് സൂക്ഷിക്കാൻ കഴിയില്ല എന്നു തന്നെയാണ് ഇതിന്റെ മറുവശം. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്? ഇനി എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ശർഈയായ കാരണം കൊണ്ട് വിവാഹം നീണ്ടുപോകുകയാണെങ്കിൽ, അതിന് നിങ്ങൾക്ക് കഴിയാതെ വരികയാണെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. അത് നിങ്ങൾക്കൊരു പരിചയാണ്, തിന്മയെ തടുത്തു നിർത്തുവാനുള്ള ഒരു പരിചയാകുന്നു നിങ്ങൾക്ക് നോമ്പ് എന്നാണ്. അഥവാ മനുഷ്യന്റെ ശാരീരികമായ കാര്യങ്ങൾ, അവന്റെ ലൈംഗികമായ ദാഹമോഹങ്ങൾ കുറക്കുന്നതിന് ഭക്ഷണം കുറക്കുക, നോമ്പ് വെൽക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? പെൺകുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം. എനിക്ക് സമയമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ലൈംഗികമായ ഒരു തോന്നലുണ്ടാവില്ല. ചില ആൺകുട്ടികൾ പറയും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് പുറത്തേക്കുള്ള പറച്ചിൽ. അങ്ങനെ ആർക്കും വസ്തുതാപരമായി ഇല്ലെങ്കിൽ അവർ ഡോക്ടറെ കാണണം. അവർക്ക് എന്തോ കാര്യമായ ഹോർമോൺ തകരാറുണ്ട്. അപ്പോൾ പുരുഷനും ഉണ്ടാവും സ്ത്രീക്കും ഉണ്ടാവും. അതായത് പ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു വൈകാരിക ഉത്തേജനവും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അവർക്ക് കാര്യമായ മെഡിക്കൽ പ്രോബ്ലം ഉണ്ട് എന്നതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പച്ചക്ക് പറയണം, എല്ലാവരും മനസ്സിലാക്കും വേണം. വിവാഹത്തിന് സാധ്യതയില്ല. ഞാൻ വിവാഹം വൈകിപ്പിക്കുന്നവരൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരു നല്ല വിഭാഗം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇതിന് പകരം സ്വയംഭോഗം തിരഞ്ഞെടുക്കും, സ്വയംഭോഗത്തിലേക്ക് പോകും. അതല്ലെങ്കിലോ സ്വവർഗരതിയിലേക്ക് പോകും. ആ സ്വവർഗരതിക്ക് വേണ്ടി നിയമ പോരാട്ടങ്ങൾ വരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെണ്ണും കല്യാണം കഴിക്കുന്നത്, ആണും കല്യാണം കഴിക്കുന്നത്, ആ രീതിയിലേക്ക് പോകും. പിന്നെയോ വിവാഹം കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും എന്തൊക്കെ ചെയ്യോ ആ കാര്യങ്ങളൊക്കെ വിവാഹം ഇല്ലാതെ തന്നെ നടക്കും. പക്ഷെ അതിന് പേര് മാറ്റിയിടുന്നു മാത്രം. ഒന്നുകിൽ ബെസ്റ്റി എന്ന് പറയും, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എന്ന് പറയും, അതല്ലെങ്കിലോ സീസൺഷിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഹുക്കപ്പ് എന്ന് പറയും. ഇതൊക്കെ പുതിയ ജനറേഷൻ ഈ പേരൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. അപ്പൊ എന്തായി? വിവാഹമല്ല. എന്നാ വിവാഹത്തിൽ ചെയ്യേണ്ടതൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും. എന്താ സീസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? +2 ഒരു ബന്ധം, അത് +2 കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു.
ഡിഗ്രിക്ക് വേറൊരു ബന്ധം, അത് ഡിഗ്രി കഴിഞ്ഞാൽ കഴിഞ്ഞു. PGക്ക് വേറൊരു ബന്ധം, അത് PG കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ റിസർച്ചിന് പോകുമ്പോൾ വേറൊരു ബന്ധം, അത് അപ്പം കഴിഞ്ഞു. അങ്ങനെ ഓരോ സീസണിൽ ഓരോ ബന്ധം. അതാ വഴി കുഴപ്പമില്ല. എന്താ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കോഴ്സിനോട് ഒരാഴ്ചക്ക് ഒടുക്കിയ ഒരു ട്രെയിനിങ്ങിന് പോവുകയായിരിക്കാം. ആ ആഴ്ച അവിടെയുള്ള ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അതാണ് ഒരു പ്രത്യേക സിറ്റുവേഷനിലെത്തും ഒരു ബന്ധം. ബാച്ച് സംഗമങ്ങൾ, ആ ബാച്ച് സംഗമത്തിന് 4 ദിവസം എവിടെയെങ്കിലും വല്ല റിസോർട്ടിലും പോയിട്ട് വല്ല പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഒരു ബന്ധം, അത് കഴിഞ്ഞു. ഇതിനല്ലേ പച്ച വ്യഭിചാരം എന്ന് പറയാം. ഈ പണി എടുത്തിട്ട് പറയണെന്ത്, എനിക്ക് വിവാഹമൊന്നും വേണ്ട, എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇതല്ല ഇന്ന് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രത്യേക ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലേ? ആ ആപ്പുകൾ നോക്കിപ്പോകുന്ന കുട്ടികളില്ലേ? ഒരൊറ്റ രാത്രി മാത്രം ഇത് ഉപയോഗിച്ച് ഒഴിവായി പോകുന്നവരില്ലേ? എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയാ. എന്നിട്ട് ഈ ജാതി എല്ലാ ഏർപ്പാടിനും പോവുക. ഇതിന്റെ പേരെന്താ? ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, വിവാഹം വൈകിപ്പിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പാശ്ചാത്യരുടെ, പുരോഗമനവാദികളുടെ, ഫെമിനിസ്റ്റുകളുടെ, ലിബറലുകളുടെ ചതിക്കുഴിയിൽ കുട്ടികൾ പോയി വീഴാണ്. ഓരോരുത്തർ പോയി വീഴാണ്. വ്യഭിചാരത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്തരം സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും, കുഴപ്പമുണ്ടാവും, പട്ടിണി ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. എന്താ ചെയ്യാ? ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യാം. പക്ഷെ ഇസ്ലാം പറഞ്ഞാൽ എന്താ അറിയാം? നിങ്ങൾ ധൈര്യമായിട്ട് വിവാഹം കഴിച്ചോളൂ. ആ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ബറക്കത്ത് പടച്ചോൻ വർദ്ധിപ്പിക്കും. ഇനി ദരിദ്രരാണെങ്കിൽ പോലും നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. വഅൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും. നിങ്ങളിലുള്ള അള്ളാഹുവിന്റെ ഇബാദുകളെ, അതുപോലെ തന്നെ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ ആളുകളെ, അവരെയൊക്കെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം. അവരിനി ദരിദ്രനാണെങ്കിൽ പോലും അള്ളാഹു അവർക്ക് ശ്രേഷ്ഠത നൽകും, അവർക്ക് ഫളില് കൊടുക്കും വിവാഹം കഴിച്ചാൽ. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു എത്ര വിശാലമായി അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യും? വിവാഹം ചെയ്താൽ ബറക്കത്ത് തരും തന്നെയാണ്. ഹദീസ് പറഞ്ഞാൽ എന്താ? തസവ്വജൂ, നിങ്ങൾ വിവാഹം കഴിക്കുവീൻ. ഫഇന്നഹു യുവസ്സിഉല്ലാഹു ലക്കും ഫിർ റിസ്ഖി, നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു വിശാലത തരുമെന്നാണ്. എത്ര ആളുകളുണ്ട് വിവാഹത്തിന് ശേഷം കല്യാണത്തിൽ ബറക്കത്ത് കിട്ടി ഉപജീവന മാർഗം വിശാലമായി ജീവിച്ച എത്ര മനുഷ്യന്മാരുണ്ട്. അപ്പോ വിവാഹം കഴിക്കുക, അതിന് ജോലി അല്ല നമ്മളെ പോറ്റുന്നത്, പടച്ചോനാണ് നമ്മളെ പോറ്റുന്നത്. ആ ഓർമ്മ നമുക്ക് നല്ലോണം വേണം. നമ്മളൊരു തോന്നലാണ് എന്ത്, നമ്മളെ ജോലി കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോണത്. അതൊരു ദിവസം രാവിലെ ഇറങ്ങുമ്പോൾ കാലൊന്ന് സ്ലിപ്പായാലേ ഈ മുതുകിന്റെ ഇവിടെയുള്ള ഏതെങ്കിലും നരമ്പൊന്ന് സ്ഥാനം തെറ്റിയാൽ മതി, എണീക്കാൻ പറ്റും. പിന്നെ അത് പറയും, എത്ര വലിയ ജോലി കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു കസേരയിൽ പോയി ഇരിക്കാൻ കഴിയും മര്യാദക്ക്? ഊരവേദന ഉണ്ടായാലും. ഇതൊക്കെ അള്ളയാണ് നമ്മളെ നിയന്ത്രിക്കണം, നല്ലോണം നോക്കിക്കൊള്ളൂ. നമ്മളൊരു തോന്നലാണ് നമ്മളെ ജോലി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, പടച്ചോനാണ് നമ്മളെ നയിക്കുന്നത്, റബ്ബാണ്. ആ റബ്ബ് ഇതിന് വഴി കാണിച്ചു. അപ്പൊ അതുകൊണ്ട് ആ വിഷയം പറഞ്ഞുകൊണ്ട് ഒരിക്കലും കല്യാണം വൈകിപ്പിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പാശ്ചാത്യർ പറയുന്നത് എന്താ? വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ അത് അത്ര ഉറപ്പുള്ളതൊന്നല്ല, അത് എപ്പോ വേണമെങ്കിലും പിരിയാന്നുള്ളത്. നമുക്ക് എന്താ ഇസ്ലാം പറഞ്ഞത്? വഅഖദ്നാ മിൻകും മീസാകൻ ഗലീളാ എന്ന്. അത് ശക്തമായ ഒരു കരാറാണ് പിന്നെ വിവാഹം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതായത് പാശ്ചാത്യൻ കാഴ്ചപ്പാട്, പുരോഗമന കാഴ്ചപ്പാട് എന്താ? ഉത്തരവാദിത്തമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഒരു ഉത്തരവാദിത്വമല്ല. കുട്ടി ഉണ്ടായ അതിന്റെ ഉത്തരവാദിത്തമല്ല, അതിന് സ്വത്ത് കൊടുക്കേണ്ട വിഷയമല്ല, അതിനെ കല്യാണം കഴിപ്പിക്കേണ്ട പ്രശ്നമല്ല, അതിന് ഭക്ഷണം കൊടുക്കേണ്ട പ്രശ്നമല്ല. അത് സീസൺഷിപ്പും സിറ്റുവേഷൻഷിപ്പും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും കുട്ടി അത് ഗർഭചിത്രം നടത്താൻ, അത് പോയി അബോർട്ട് ചെയ്യാൻ, അതിനെന്താ കുഴപ്പം? ഈ രീതിയിൽ വളരെ ലാഘവത്വത്തോടു കൂടി അത് കൈകാര്യം ചെയ്യാം. പക്ഷെ ഇസ്ലാം പറയുന്നത് എന്താ? തന്റെ ബന്ധത്തിലൂടെ, നിക്കാഹിലൂടെ മാത്രമേ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ഇനി ഒരു പെണ്ണിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ 4 വരെ ആകാം. പക്ഷെ ആ 4ലും ഉണ്ടാകുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം അവനുണ്ടാവും. അവന്റെ സ്വത്തിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുക്കേണ്ടി വരും. അവരുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധ ഉണ്ടാകേണ്ടി വരും. നാളെ പരലോകത്ത് ഈ കുട്ടികളുടെ വിഷയത്തിൽ അവന് മറുപടി പറയേണ്ടി വരും. ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. എല്ലാവരും ഭരണകർത്താക്കളാണ്. അവരെ ഭരണീയരെ കുറിച്ച് ചോദിക്കും. വറജുലു ഫീ അഹ്ലിഹി റാഇൻ. ഒരു പുരുഷൻ അവന്റെ
കുടുംബത്തിന്റെ കാര്യത്തിൽ അധികാരിയാണ്. അവരുടെ ഭരണകർത്താക്കളെ കുറിച്ച് ഭരണീയരെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. പിന്നെ പറഞ്ഞത് എന്താ? എന്നാൽ പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോ അവളെ വീടിന്റെ ഭരണാധികാരിയാണ് എന്നാ പറഞ്ഞത്. കുടുംബത്തിന് മൊത്തം ഉത്തരവാദിത്വം, കുടുംബത്തിന് ചെലവ് വെത്തേണ്ട ഉത്തരവാദിത്വം ആർക്കില്ല? സ്ത്രീക്കില്ല. ആ കുടുംബം കൊണ്ടടക്കേണ്ട ആ വീടിന്റെ ഉത്തരവാദിത്തമാണ്. റാഇയത്തുൻ വഹിയ മസ്ഊലത്തുൻ, അതിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടും. അൻ റാഇയത്തി. അപ്പൊ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരെ പ്രഥമമായ ഉത്തരവാദിത്വം അവരുടെ വീട്ടിൽ തന്നെയാണ്. അവരുടെ മക്കൾ, അവരുടെ ഭർത്താവ്, അവരുടെ ഉപ്പ, അവരുടെ ഉമ്മ, അതിന് പോറലേൽക്കാത്ത രീതിയിലെ അവരെ പഠനവും അവരുടെ ജോലിയും ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കി മുഴുവൻ അവരുടെ ചെലവ് നടത്തേണ്ടയും അധ്വാനിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പുരുഷനാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇന്ന് കുട്ടികളും മക്കളും പ്രായമുള്ളവരും ഒക്കെ അവിടെ ഇട്ടെറിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തുകൂടി പോകുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത്. പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഈ ഉത്തരവാദിത്വം വിസ്മരിച്ചു കൊണ്ടാകാൻ പാടില്ല എന്നത്. ഈ കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ തുടർ പഠനത്തിനും ജോലിക്കും ഒക്കെ തടസ്സമാകും, പ്രശ്നമാകും എന്നാണ് ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താ? വിവാഹം സുരക്ഷിതമായ ജീവിതത്തിന് വഴി തുറക്കുകയാണ് ചെയ്യുക. മൻ തസവ്വജ ഫഖദ് അഹ്റസ ശത്റ ദീനിഹി. ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൻ അവന്റെ ദീനിന്റെ പകുതിയെ അവൻ സംരക്ഷിച്ചു. ഫൽയത്തഖില്ലാ ഫീ ശത്രി. ഇനി ബാക്കി പകുതിയിൽ അള്ളാഹുവിനെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. ശരിക്കും നമ്മൾ ഈമാന്റെ പകുതിയാണ് എന്ത്? വിവാഹം കഴിക്കുക. അപ്പൊ ശരിക്കും ഒരു സുരക്ഷിതത്വ ബോധം കിട്ടും. ഒരു വിവാഹം കഴിച്ച ഒരു ഭർത്താവും കൂടി ജീവിതത്തിലേക്ക് വരും. അപ്പൊ നമുക്ക് യാത്ര ചെയ്യണം, എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകണം, എവിടെയെങ്കിലും പഠിക്കാൻ പോകണം, അതിനൊക്കെ പോകാനും പോരാനും ഒക്കെ ഒരു കൂടെ ഒരാളായില്ലേ, ഒരു തണലായില്ലേ. ഒരു പ്രശ്നത്തിലും നമ്മൾ ഉൾപ്പെടില്ല. എല്ലാ അസാനമാർഗിക കാര്യത്തിലും നമുക്ക് രക്ഷപ്പെടാം. നമ്മളെ കണ്ണിനെ താഴ്ത്താൻ പറ്റും, ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. എത്ര ആളുകൾ അങ്ങനെ പഠിച്ചു ഉന്നതിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു തടസ്സമല്ല. ഇതൊക്കെ പിശാച് നമുക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, വിവാഹം വൈകിപ്പിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ കൂടി വിളിച്ചു വരുത്തും. അത് ദീനിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തും, ബറക്കത്ത് നഷ്ടപ്പെടുത്തും, ആരാധനയിൽ ഭക്തി നഷ്ടപ്പെടുത്തും. നാം ഇനി കല്യാണത്തിന് കുറച്ച് വൈകിയാണ് തയ്യാറാകുന്നത് എങ്കിൽ അപ്പോ അനുയോജ്യമായ ഇണകളെ നമുക്കൊരു പക്ഷേ ലഭിച്ചു എന്ന് വന്നേക്കില്ല. അങ്ങനെ അവസാനം മാനസിക സമ്മർദ്ദത്തിന് നമ്മൾ അടിമയാകും. അത് സാമൂഹിക സമ്മർദ്ദത്തിലേക്ക് നമ്മൾ വലിച്ചെറിയും. മാത്രവുമല്ല, ശാരീരികമായും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗർഭധാരണത്തിന് സാധ്യത കുറയും, മാതൃത്വത്തിൽ വെല്ലുവിളികൾ വരും, വ്യത്യസ്ത രോഗസാധ്യതകൾ ഉണ്ടാകും. അവസാനം ഇസ്ലാമിക സംസ്കാരം വിട്ടു ജീവിക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകുമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സ്ത്രീകളുടെ അണ്ടങ്ങളുടെ എണ്ണത്തിൽ പ്രായം കൂടുന്തോറും എണ്ണം കുറഞ്ഞു വരും. 30 വയസ്സിന്റെ മധ്യത്തോടെ ക്രമാതീതമായി സ്ത്രീകളുടെ അണ്ടം കുറഞ്ഞു വരുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ആ അണ്ടത്തിന്റെ ഗുണനിലവാരത്തിൽ കുറവ് വരും. ഗർഭം മനസ്സാൻ കൂടുതൽ സാധ്യതയുണ്ടാകും. ഗർഭകാലത്തുള്ള പ്രമേഹത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാകും. മാത്രവുമല്ല, മാസം തികയാതെയുള്ള പ്രസവങ്ങൾ വർദ്ധിച്ചു വരും. ജനന വൈകല്യമുള്ള കുട്ടികൾ ജനിക്കാൻ കാരണമാകും. ഇതൊക്കെ ഞാർക്കും സംശയം ഉണ്ടെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ പോയി അന്വേഷിച്ചു. ഇതൊക്കെ പ്രായമായിട്ട് ഗർഭം ധരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏത് നിലക്ക് ഇപ്പം നോക്കിയാലും, മതപരമായി നോക്കിയാലും, സാമൂഹികമായി നോക്കിയാലും, വൈദ്യശാസ്ത്രപരമായി നോക്കിയാലും, വിവാഹം വൈകിപ്പിക്കുന്നത് ഒട്ടനവധി വെല്ലുവിളികളാണ് നമുക്ക് ഉണ്ടാക്കുക. ഇത് മനസ്സിലാക്കി ഇസ്ലാം പറയുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ രാജ്യം അതിൻ്റെ ഭരണഘടനാനുസൃതമായി നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്കെല്ലാവർക്കും ഇവിടെ സ്വൈരമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രാജ്യം മതനിരപേക്ഷമായി നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതിനൊക്കെ ഈ ഭരണഘടന നിലനിൽക്കണം. ഈ ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട് എന്ന് ആനുകാലിക സംഭവ വികാസങ്ങൾ വിലയിരുത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഭരണഘടനക്ക് കാവൽ നിൽക്കുക എന്നത് ഇന്ന് ഇന്ത്യൻ പൗരന്മാരുടെ നിർബന്ധമായ ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. അതൊരിക്കലും അക്രമത്തിന്റെ മാർഗത്തിലൂടെയല്ല,
ജനാധിപത്യ പ്രക്രിയയിൽ ഓരോരുത്തരും കൃത്യമായി സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ടായിരിക്കണം ആ ഭരണഘടനയ്ക്ക് നമ്മൾ ഓരോരുത്തരും കാവൽ നിൽക്കേണ്ടത്. അതിനുള്ള 5 വർഷം കൂടുമ്പോഴുള്ള ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഓരോ പൗരനുമുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ട് ഇപ്പോൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ രാജ്യത്തുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത് എന്നത് പത്രം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിനാണ് SIR എന്ന ഒരു പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ SIR എന്ന് പറഞ്ഞാൽ? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നതാണ്. അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. അതായത് 2002 അവസാനമായി നമ്മുടെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. ഇത് സാധാരണ പരിഷ്കരിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മരിച്ചുപോയ ആളുകൾ ഒഴിവാക്കുക, അതുപോലെ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുക, അങ്ങനെ വോട്ടർ പട്ടിക ഒന്ന് ശുദ്ധീകരിക്കുക എന്ന വളരെ നിഷ്കളങ്കമായ ഒരു സംഗതിയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ആ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായി കാരണമായത് ബീഹാറിൽ നടത്തിയ SIR ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടായി എന്ന് ഇവിടെ ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, നമ്മുടെ കേരളത്തിൽ 54 ലക്ഷത്തിനും മേലെ പുതിയ വോട്ടർമാരുടെ പേരുകൾ 2002 ശേഷം പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നതാണ്. അതായത് 2002 ശേഷം 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 5 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2002 ശേഷം നിയമസഭയിലും നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ലോക്സഭന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ രേഖയായി ആധാറും ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് വോട്ടർ പട്ടിക ആധാറുമായി ലിങ്ക് ചെയ്തുകൂടാ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2002 ശേഷം ഈ 2 തലത്തിലേക്കും വോട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആ വോട്ട് ചെയ്ത ആളുകളുടെ പിന്നെയും പരിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? നേരത്തെ ചെയ്ത വോട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണത്തിൽ വന്ന ഭരണാധികാരികളും ശരിയല്ല എന്നല്ലേ വരാൻ പോണ്. അപ്പൊ അത് മതി ശരിക്ക്. മാത്രമല്ല, തിരിച്ചറിയൽ രേഖയായ ആധാറും ഉപയോഗിക്കാമെന്ന് വന്നതുകൊണ്ട്, അത് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ട് വോട്ടർ പട്ടിക ആധാറുമായി ലിങ്ക് ചെയ്തുകൂടാ? എന്നാൽ എല്ലാ കാലത്തേക്കും ഈ SIR എന്ന പരിപാടി അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല. ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകളൊക്കെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ എതിർപ്പ് ലക്ഷ്യം കണ്ട് ഇത് ഒഴിവാക്കും എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് നിർവാഹമില്ല. അങ്ങനെ അത് ഒഴിവാക്കും എന്നും വിചാരിച്ച് ദിവസങ്ങൾ അങ്ങനെ ആഴ്ചകൾ അങ്ങനെ പോയി അവസാനം ഇതിലൊന്നും നമ്മൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പല ആളുകൾക്കും വോട്ടില്ലാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യുക വരാൻ പോകുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1984 ശേഷം ജനിച്ച ആരുടെയും പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. അവർ പുതുതായി വോട്ട് ചേർക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ വോട്ടർ പട്ടികയിൽ പേരുകൾ പുതുക്കേണ്ടതുണ്ട്. ഇത് കാര്യമായി ബാധിക്കാൻ പോകുന്നത് പ്രവാസികളെ ആയിരിക്കും. കാരണം 3 പ്രാവശ്യം നമ്മുടെ നാട്ടിലെ BLO നമ്മുടെ വീട്ടിൽ വരും, എന്നിട്ട് അവിടെ ആളുണ്ടോ എന്ന് നോക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ വന്ന് നോക്കുമ്പോൾ പല വീടുകളും അടഞ്ഞു കിടക്കുകയായിരിക്കും, കുടുംബസമേതം വിദേശത്തായിരിക്കും. അപ്പൊ അവിടെ ആളില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും എന്ത് ചെയ്യുക കൊടുക്കുക. സ്വാഭാവികമായിട്ട് അവർ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഒന്ന് ആ രീതിയാണ്. മറ്റൊന്ന്, താമസം മാറിപ്പോയ ആളുകളെയും ഇത് ബാധിക്കും. ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് താമസം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഇവിടുന്ന് പോയി എന്ന് പറയും, അപ്പൊ അവിടെ ഇല്ല എന്ന് പറയും. അവരവിടെ വിചാരിക്കും എന്ത്, എന്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതുകയും ചെയ്യും, പക്ഷെ അവിടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഈ വീട് മാറിപ്പോയവരും അതുപോലെ തന്നെ വിദേശത്തുള്ളവരും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിക്കുന്നവർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു സംശയത്തിന്റെ പട്ടികയിലേക്ക് നമ്മുടെ പേരുകൾ മാറ്റപ്പെടും. അത് സംശയത്തിന്റെ പട്ടികയിലേക്ക് പേരുകൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകളിലേക്ക് കടക്കേണ്ടി വരും. ആ രേഖകളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പിതാക്കന്മാരുടെ ജനന സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കുന്ന സാഹചര്യം ചോദിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ലഭ്യമായി കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉപ്പമാരുടെ ജനന സർട്ടിഫിക്കറ്റ് എത്ര ആളുടെ കയ്യിലുണ്ട്? ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ അത് പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അവിടെ തെളിയിക്കാൻ, പൗരത്വം തെളിയിക്കാൻ കഴിയാതെ വരും. അവിടെ മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്കെല്ലാം CAA സഹായത്തിന് വരും.
നേരത്തെ പാസാക്കി വെച്ച പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം ജനവിഭാഗമല്ലാത്ത മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും അത് അവരെ സഹായത്തിനെത്തും. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പൗരത്വം കൊടുക്കാമെന്ന ഒരു പൗരത്വ ഭേദഗതി നിയമമാണ് നേരത്തെ പാസാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുക, അതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുക മുസ്ലിം ജനവിഭാഗം മാത്രമായിരിക്കുമെന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന് പ്രത്യേക ലിങ്കുകളുണ്ട്, അതിൽ കയറി നമുക്ക് വോട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഇതൊന്നും നോക്കാൻ അറിയാത്ത ആളുകൾ നമ്മുടെ നാട്ടിലെ BLO ആരാന്ന് അന്വേഷിക്കുക, ബൂത്ത് ലെവൽ ഓഫീസർ ആരാന്ന് അന്വേഷിക്കുക, അയാളെ പോയി കാണുക, അയാളോട് സംസാരിച്ചിട്ട് ഈ കാര്യം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. നമ്മൾ അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾ ഈ വിഷയത്തിൽ സഹായിച്ചു കൊടുക്കും വേണം. ഇതെല്ലാവർക്കും കഴിയില്ലെങ്കിൽ എന്ത് വേണം, അതിന് ആളുകൾ ഇറങ്ങിത്തിരിക്കണം, സഹായിക്കണം. കാരണം അതും ദീനിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ് എന്നാണ്. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവൻ ആരിഷ്ടപ്പെടും? അള്ളാഹു ഇഷ്ടപ്പെടും. ഈ ഹദീസിന്റെ അവസാനത്തെ ഭാഗത്ത് കാണാൻ പറ്റും, എന്റെ ഒരു സഹോദരന്റെ ആവശ്യം നിറവേറ്റാൻ ഞാൻ അവനോടൊപ്പം നടക്കുന്നത് ഈ പള്ളിയിൽ അഥവാ മസ്ജിദുൻ നബവിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് എന്ന ഹദീസ് വരെ കാണാൻ പറ്റും. അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ് ശഹ്റാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ, അതിന് കൂലി കിട്ടുന്ന വിഷയം കൂടിയാണ്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ രാജ്യം ശരിയായ നിലയ്ക്ക് നിലനിൽക്കാനും ഇവിടെയുള്ള സൗഹാർദ്ദം നിലനിൽക്കാനും എല്ലാവർക്കും ഒരുപോലെ വോട്ടവകാശം ഉണ്ടാകുവാനും എല്ലാവർക്കും ഇവിടെ സമാധാനത്തോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കുവാനുമുള്ള അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ ഭരണഘടന നിലനിൽക്കണം. ഭരണഘടന നിലനിൽക്കണമെങ്കിൽ അതിന് വരുന്ന പോറലുകളെ നമ്മൾ കണ്ടറിഞ്ഞ് തിരുത്താൻ നമ്മൾ തയ്യാറാകണം. ജനാധിപത്യ പ്രക്രിയയിൽ നിന്നൊരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് ഒരാൾ മാറി നിൽക്കാൻ പാടില്ല. അതിനുള്ള എൻട്രിയാണ് നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത്. ആ വോട്ടവകാശം ഇല്ലാതെയാകുന്നുവെന്നത് നമ്മൾ പൗരന്മാരല്ലാതായി മാറുന്നു എന്ന ഗൗരവം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി രംഗത്ത് മുന്നോട്ട് പോവുക. അള്ളാഹു എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.